നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അതായത് ആപ്പ് ലോണിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അവൻ ചെയ്യൂല. ആ കരഞ്ഞോണ്ട് ഇറങ്ങി പോകുന്ന CCTV ദൃശ്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും ആപ്പ് ലോണിൻ്റെ പേര് പറഞ്ഞിട്ടല്ല കൊച്ച് സൂയിസൈഡ് ചെയ്തത്. കാര്യം ഈ ആപ്പ് ലോണിൻ്റെ കാര്യം ഞങ്ങൾക്ക് അറിയാവുന്നതുമാണ്. ഞാൻ അതിന് പേയ്മെൻറ്റ് അടച്ചതുമാണ്, പേയ്മെൻറ്റ് അയച്ചു കൊടുത്തതുമാണ്. ഡെൻ്റൽ കിറ്റ് വാങ്ങി കഴിഞ്ഞതിന് ശേഷം, അതായത് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, ഈ എക്സാം കഴിഞ്ഞിട്ട് പ്രാക്ടിക്കൽ എക്സാം, അത് കഴിഞ്ഞ് 15-ാം തീയതി അടയ്ക്കാന്നുള്ള ഇതിൽ നിന്നു. അത് കുഴപ്പമില്ല. പക്ഷേ ഒരിക്കലും ലത എന്ന് പറയുന്ന അവരുടെ ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ലോൺ എടുക്കാൻ പറ്റില്ല. കാര്യം എങ്കിൽ തന്നെ അവരുടെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്കുണ്ടെങ്കിലേ അത് വെക്കാൻ പറ്റും. പിന്നെ റെഫറൻസ് നമ്പറായിട്ട് വെച്ചേക്കുന്നത് ചേച്ചിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ആണ് വെച്ചേക്കുന്നത്, എൻ്റെയും നമുക്ക് റെഫറൻസ് നമ്പർ. അല്ലാതെ ഒരിക്കലും ഇവർ പറയുമ്പോൾ ആപ്പ് ലോണിൻ്റെ ഭീഷണിയിലല്ല അവൻ മരിച്ചത്. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. 12 മണി വരെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചവൻ, അതിനുശേഷം മെസ്സേജും ഇല്ല. എന്ത് വിഷമമുണ്ടെങ്കിൽ അപ്പോഴും എന്നെ വിളിക്കണമെന്നാണ്. ഇങ്ങടി അന്ന് ആ റാമിൻ്റെ കാര്യം പോലും എന്നെ അപ്പോഴും വിളിച്ച് പറഞ്ഞ്, ഇങ്ങനെ ഒരു ഓഫീസിലൊരു കാര്യമുണ്ട്, നീ ഫ്രീ ആണ്, എനിക്ക് സംസാരിക്കണം. ഞാൻ ഫുഡ് കഴിക്കണേടാ 2 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കുക. ഫുഡ് കഴിക്കാതെ ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച്. എന്തോ അന്ന് നമ്മൾ മെയിൽ അയക്കാമെന്ന് ഞാൻ പറഞ്ഞ്, എടാ ഇന്ന് മെയിൽ അയച്ചിരുന്നെങ്കിൽ ഇന്ന് ആ ചെറുക്ക് കൊച്ചു ജീവനോടെ ഉണ്ടാകുമായിരുന്നു. എല്ലാവരും കൂടി ചേർന്ന് അവനെ കൊന്നതാണ്.